ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 7-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. മോശ സമാഗമന കൂടാരം സ്ഥാപിച്ച ശേഷം അതിലെ സാമഗ്രികളും അതിലെ എല്ലാ ഭാഗങ്ങളും അഭിഷേക തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അതിനെ ശുദ്ധീകരിച്ചു. അതിനുശേഷം കൂടാരം സ്ഥാപിച്ച ശേഷം മോശ അതിനെ ശുദ്ധീകരിച്ചതിന് ശേഷം ഇസ്രായേൽ പ്രഭുക്കന്മാർ യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവരുന്നതായി അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇസ്രായേലിലെ പ്രഭുക്കന്മാർ കൊണ്ടുവരുന്ന വഴിപാടാണ്. അതിലെ മേൽമൂടിയുള്ള 6 വണ്ടികളെയും 12 കാളുകളെയും അവർ അർപ്പിച്ചതായി 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ പുരോഹിത ഗോത്രം കുടുംബം 3 പേരാണ്: ഗർശോൻ, മെരാരി ആൻഡ് കെഹാത്യർ. അപ്പോൾ ഈ 12 കാളുകളെയും 6 വണ്ടികളെയും ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ കുടുംബത്തിനും 2 വണ്ടികൾ വീതവും 4 കാളുകൾ വീതവും അവർക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷെ മോശ അങ്ങ് അപ്രകാരമല്ല അതവർക്ക് ഭാഗിച്ച് അവർക്ക് കൊടുക്കുന്നത്. നമ്മൾ വായിക്കുന്നു, ഗർശോമിൻ്റെ കുടുംബത്തിന് 2 വണ്ടിയും 4 കാളകളും, മെരാരിയുടെ കുടുംബത്തിന് 4 വണ്ടികളും 8 കാളകളെയും കൊടുത്തു. കെഹാത്യർക്ക് ഒന്നും കൊടുത്തില്ല. അവർക്ക് ഈ വണ്ടികളെയും കാളകളെയും കൊടുക്കാത്തതിന് കാരണം അവരാണ് സമാഗമന കൂടാരത്തിലെ ഏറ്റവും സുപ്രധാനമായ ആ പേടകം ചുമന്നുകൊണ്ട് പോകേണ്ടതാണ്. അതിവിശുദ്ധ സ്ഥലത്തുള്ളതായ യഹോവയുടെ പേടകം അത് ചുമന്നുകൊണ്ട് പോകുന്നത് തോളിലാണ്. അത് വണ്ടിയെ കൊണ്ടുപോകാനാവില്ല. പക്ഷെ അതുകൊണ്ടാണ് അവർക്ക് മറ്റു വണ്ടികളും മറ്റ് കാളുകളെയും ഒന്നും അവർക്ക് ഭാഗിച്ചു കൊടുക്കാഞ്ഞത്. പക്ഷേ ഇവരാരും ഒരു പരിഭവം അവിടെ പറയുന്നില്ല എന്ന് ഓർക്കണം. കാരണം സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് ദൈവികമായ ശുശ്രൂഷയാണ്. ആ ദൈവികമായ ശുശ്രൂഷ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല, വണ്ടിയില്ല, കാളയില്ല എന്നൊന്നും ഇവരാരും ഒരു പരാതി അവിടെ പറയുന്നില്ല. എനിക്ക് ഈ ജോലി വേണ്ട, ആ ജോലി മതിയെന്ന് ഒരു ഗോത്രക്കാരും ഇവിടെ പറയുന്നില്ല. എല്ലാവരുടെയും ലക്ഷ്യം യഹോവയെ ശുശ്രൂഷിക്കുക, സേവിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമത്തിനും അപ്രകാരം തന്നെയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ വരങ്ങളെയും വ്യത്യസ്തമായ സാഹചര്യങ്ങളെയൊക്കെ ദൈവം നൽകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കത് ലഭിച്ചില്ല, ഇത് ലഭിച്ചില്ല നമ്മൾ പരാതി പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ദൈവം നീതിമാനാണ്, നീതിപൂർവമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമാണ് ദൈവം ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും പൂർണ്ണം തന്നെയാണ്. പുതിയ നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തു തലയായിരിക്കുന്ന ശരീരമാണ് സഭയെന്ന് അദ്ദേഹം പറഞ്ഞു. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലൊക്കെ ഇത് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ തലയും ശരീരവുമായുള്ള ബന്ധത്തിൽ പൗലോസ്ലീഹ പറയുന്നതിൽ വലിപ്പമുള്ള അവയവമുണ്ട്, ചെറിയ അവയവങ്ങളുണ്ട്, ബലമുള്ളതുണ്ട്, ബലം കുറഞ്ഞതുണ്ട്, മാനമുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്, മാനമില്ലാത്തെന്ന് നമ്മൾ പറയുന്നതുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ ശരീരം. ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്തമായ ജോലിയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ അവയവങ്ങളും ഒരേ ജോലിയല്ല ചെയ്യുന്നത്. ആ വ്യത്യസ്തമായ ജോലി അതാത് അവയവങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്നത് കൊണ്ടാണ് ശരീരത്തിന് നിലനിൽക്കാൻ സാധിക്കുന്നത്. ആയതുപോലെ സഭാഗാത്രത്തിലും വ്യത്യസ്തരായ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നൽവരമനുസരിച്ച് പ്രസംഗിക്കാൻ വരമുള്ളവരങ്ങനെ, പഠിപ്പിക്കാൻ വരമുള്ളവരങ്ങനെ, ഭാഷാവരമുള്ളവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഏതെല്ലാം രീതി, അല്ലെങ്കിൽ ശുശ്രൂഷാവരമുള്ളവർക്ക് അങ്ങനെ, ഏതെല്ലാം വരമാണോ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുള്ളത് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ ശരീരത്തിന് അത് അനുഗ്രഹമായിട്ട് മാറുന്നത്. അല്ല ഒരാളെ പോലെ മറ്റുള്ളവരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനാവില്ല. ആ വ്യത്യസ്തതയാണ് ഈ സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് നമ്മൾ പറയുന്നത്.
നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയാറില്ലേ, നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെ. ഇനി ഇസ്രായേലിലെ അതിനുശേഷം അതിൻ്റെ 12 മുതൽ 53 വരെയുള്ള വാക്യം, വളരെ ദീർഘമായ ഒരു അധ്യായമാണ് ഈ സംഖ്യാപുസ്തകം 7-ാം അധ്യായം. അതിൻ്റെ 12-ാം വാക്യം മുതൽ 83-ാം വാക്യം വരെ ഇസ്രായേലിലെ 12 ഗോത്രക്കാരുടെ അവരുടെ നാമത്തിൽ അതാത് ഗോത്രക്കാർ അർപ്പിക്കുന്ന കാഴ്ചകളും നേർച്ചകളെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുക. അതെല്ലാം കൂടി അതിൻ്റെ 84 മുതൽ 88 വരെ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ നേതാക്കന്മാർ ഇത് സമർപ്പിച്ച കാഴ്ചകളുടെ ആകെ എണ്ണവും അതിൻ്റെ സംഖ്യയും എല്ലാം വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും സംഖ്യ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ദൈവസ്ഥാനത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം കൃത്യമായി അത് കണക്ക് സൂക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ്, എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും അതിന് പ്രതിഫലമില്ലാതെ പോകുകയില്ല. ദൈവനാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം ദൈവം അറിയുന്നു. ദൈവം തൻ്റെ കണക്ക് പുസ്തകത്തിൽ അതൊക്കെയും രേഖപ്പെടുത്തുന്നുമുണ്ട്. അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കേണ്ട സമയത്ത് ദൈവം നമുക്ക് നൽകും. ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളിലൂടെ ആവാം. ദൈവം നീതിമാനാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രൈമിൽ 430 വർഷക്കാലം അവരെ അടിമവേല ചെയ്യിച്ചു കൊടുക്കാതിരുന്നവരോട് സ്വർണം ചോദിച്ചു വാങ്ങുവാനുള്ള ക്രമീകരണം, അവരെ കൊള്ളയടിക്കുന്നത് പോലെ ആ പലിശ സഹിതം അവർക്ക് തിരിച്ചു ലഭിക്കാനുള്ള ക്രമീകരണം ദൈവം ചെയ്തത് പ്രഭാത പുസ്തകത്തിൽ നമ്മൾ വായിച്ചതാണ്. അതുകൊണ്ട് ദൈവം നീതിമാനാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലമുണ്ടെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം അതുപോലെ തന്നെ ഇനി അതിൻ്റെ 89-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, അഭിഷേകം ചെയ്ത ശേഷം ദൈവത്തോട് സംസാരിക്കുവാൻ മോശ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷ്യപേടകത്തിന് മുകളിൽ 2 കെരൂബുകളുടെ മധ്യേ ദൈവത്തിൻ്റെ സ്വരം മോശ കേൾക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് എല്ലാ ഗോത്രങ്ങളും എല്ലാ മനുഷ്യരും എല്ലാ വിശ്വാസികളും പൂർണ്ണമായിട്ട് അവിടെ സമർപ്പിച്ചു. ആ സമർപ്പണം നടത്തി ശുദ്ധീകരിച്ചതിന് ശേഷം മോശ അങ്ങോട്ട് പ്രവേശിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത്. ഇന്നും ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് നമ്മൾ പൂർണ്ണരാകുമ്പോഴാണ്. പൂർണ്ണതയിലുള്ള സമർപ്പണമാണ്. ആത്മ ശരീര മനസ്സുകളെ, ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും എല്ലാം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന, ദൈവം നമ്മോട് ഇടപെടുന്ന ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ പൂർണ്ണമായ സമർപ്പണം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ പ്രതി, അതിലെ പ്രമുഖന്മാർ, ആ ഗോത്രപിതാക്കന്മാരെ പ്രതി എല്ലാവരും ദേവസ്ഥാനത്തിൽ കൊണ്ടുവന്ന് നേർച്ച കാഴ്ചകളെ അവിടെ അർപ്പിക്കുകയാണ്. അവരവരുടെ കഴിവിൻ്റെ പരമാവധി അതെല്ലാം ദൈവം അവിടെ സ്വീകരിച്ചു. അതാണ് ഇനി അവർക്ക് അനുഗ്രഹമായി മാറാൻ പോകുന്നത്. അപ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള സാഹചര്യങ്ങളെ, അനുഗ്രഹങ്ങളെ, സമ്പത്തുകളെ, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനത്തെ, നമ്മുടെ എന്തെല്ലാമാണോ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളെയൊക്കെ ദൈവനാമത്തിൽ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമ്മളെല്ലാവരും അനുഗ്രഹീതരായിട്ട് തീരും. ഈ വേദഭാഗ സംഖ്യാപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓരോ കണക്കും വ്യക്തമായി നമുക്കിവിടെ വായിക്കുവാൻ അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം എന്ന പേര് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഓരോന്നും വളരെ വ്യക്തമായി എണ്ണി അവിടെ പറയുന്നുണ്ട്. അപ്രകാരം അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.